ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. നല്ല ചൂടുകാലമാണല്ലേ. ചൂടുകാലത്ത് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരില്ല. അപ്പോൾ ദാഹം തീരാനായിട്ടും ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനുമായിട്ട് നല്ലൊരു ജ്യൂസാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം ജ്യൂസിലേക്ക് പോകാം. നല്ല ചൂടുകാലമല്ലേ, ചൂടകറ്റാനുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതിന് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുതിന ഇലയാണ്. പുതിന ഇല ഒരു പിടി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 3-4 പേർക്ക് കുടിക്കാനായിട്ടുള്ള ജ്യൂസാണ് എടുക്കാനായിട്ട് പോകുന്നത്. പുതിന ഇലയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി വേണ്ടത് കസ്കസാണ്. ഞാനിവിടെ ഒരു 2 സ്പൂൺ കസ്കസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ഇത്രയും തന്നെ ധാരാളം കസ്കസാണ് കേട്ടോ. അപ്പോൾ നല്ല കുളിർമ കിട്ടാനും നമുക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടാനും കസ്കസ് നല്ലത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു നാരങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ 4 പേർക്കുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ പുതിന അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ അത് അരഞ്ഞ് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഏലക്കായ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ജീരകം ചേർത്തത്. ഏലക്കായാണ് ഏറ്റവും നല്ല സ്വാദ്. ഏലക്ക ഇല്ലാത്തതുകൊണ്ട് 2 നുള്ള് ജീരകം ചേർത്തു എന്ന് മാത്രം. ഇനി ഈ നാരങ്ങ കൂടി പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരു കളയാൻ മറക്കല്ലേ. നാരങ്ങയുടെ കുരു കളഞ്ഞിട്ട് നമുക്ക് അതും കൂടി പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പഞ്ചസാര ആഡ് ചെയ്യണമെന്നില്ല, നല്ല തരിയുള്ള പഞ്ചസാരയാണ്. അതുകൊണ്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി പഞ്ചസാര, പക്ഷേ ഇത് നല്ല തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുമല്ലോ. പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർക്കാം കേട്ടോ. ഇതെല്ലാം അരച്ച് കഴിയുമ്പോൾ തേൻ ചേർത്ത് നമുക്ക് വേണമെങ്കിലും എടുക്കാം. അതാണ് ഏറ്റവും ഹെൽത്തി. അപ്പോൾ ഇതാ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ജ്യൂസും അതിലേക്ക് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കസ്കസ് ചേർത്തു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ കസ്കസ് ചേർത്താൽ മതി. ഞാൻ നല്ല കൂളാവാനായിട്ട് കുറച്ച് കൂടുതൽ കസ്കസ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മധുരം ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് മധുരം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർക്കാം. മധുരത്തിന് പഞ്ചസാര തന്നെ വേണമെന്നില്ല കേട്ടോ. നല്ല തേൻ ചേർത്താലും അത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു മിൻറ്റ് ലെമൺ ജ്യൂസ്. പുതിനയില വെച്ചിട്ടുള്ള ഈ ഒരു ലെമൺ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ചിലരൊക്കെ കുടിച്ചിട്ടുണ്ടാവും, ചിലർ മിക്കവാറും കുടിക്കുന്നവരായിരിക്കും. എന്നാലും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല കൂളിംഗ് എഫക്റ്റാണ്. ഇത് കുടിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല ഉഷാറാവും. ഏത് ക്ഷീണവും പമ്പ് കിടക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഐസ് ഇടണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഐസും കൂടെ ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഐസ് വേണ്ട എന്നുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാലും മതി, നല്ല തണുപ്പുണ്ട്. ഇനി ഐസ് വേണം എന്നുള്ളവരെ എക്സ്ട്രാ ഐസും കൂടെ ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതി. നല്ല പുതിന ഇലയും അതുമാത്രമല്ല കസ്കസിൻ്റെ ആ ഒരു തണുപ്പും കൂടെ കിട്ടുമ്പോൾ ശരീരത്തിന് നല്ല കുളിർമ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ കണ്ടിട്ടും ഇത് ട്രൈ ചെയ്തിട്ടും അഭിപ്രായം പറയാൻ മറക്കണ്ട. പിന്നെ മറക്കരുത്, എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ജുവൽ ബേബീസ് വേൾഡ്. ബൈ.